അള്ളാഹുവിൻ്റെ അൽ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട വളരെ മഹത്തായ ഒരു ഇസ്മാണ് നാഫിഉ എന്നത്. ഉപകാരം ചെയ്യുന്നവൻ എന്ന് നമുക്കിതിന് അർത്ഥം പറയാം. ഇതിൻ്റെ അബ്ജദീയത്ത് 201. പരിശുദ്ധമായ ഖുർആനിൽ 5 പ്രാവശ്യം ഇത് വന്നിട്ടുണ്ട്. ഉപകാരങ്ങളെ അള്ളാഹു തീരുമാനിക്കുന്നു. ഉപകാരങ്ങളെ അള്ളാഹു ഉദ്ദേശിക്കുന്നവരിലേക്ക് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഔദാര്യമായി അള്ളാഹു എത്തിക്കുന്നു. സൃഷ്ടികൾക്ക് ഉപകാരത്തെ സൃഷ്ടിക്കുക എന്നത് സൃഷ്ടാവായ റബ്ബിൻ്റെ മേലിൽ ഒരിക്കലും നിർബന്ധം ഇല്ല. അള്ളാഹു സൃഷ്ടികൾക്ക് ഉപകാരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എങ്കിൽ അത് അള്ളാഹുവിൻ്റെ ഔദാര്യം ഒന്ന് മാത്രമാണ്. പിഴച്ച ചിന്താഗതിക്കാരായ പല ആളുകളും ഒരു സൃഷ്ടി നന്മ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ആ നന്മക്ക് പകരമായി അവന് ഉപകാരം ചെയ്യൽ അള്ളാഹുവിന് നിർബന്ധമാണ് എന്നൊക്കെ പറയുന്നത് കാണാം. അത് ശരിയല്ല. അള്ളാഹു ഏതൊരു സൃഷ്ടിയിലേക്ക് ഉപകാരം ചെയ്യുന്നുണ്ടോ അത് മുഴുവനും അള്ളാഹുവിൻ്റെ ഔദാര്യം മാത്രമാണ്. പല ഗുണങ്ങളും ലഭിക്കുന്ന ഖൈറായ പ്രവർത്തനങ്ങൾ സൃഷ്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നത് അള്ളാഹു അവർക്ക് ഉപകാരം ചെയ്യലിൻ്റെ ഭാഗമാണ്. ഇപ്പം എത്രയോ ദിക്റുകൾ, പരിശുദ്ധ ഖുർആനിലെ പല സൂറത്തുകൾ, അതെല്ലാം ചൊല്ലിയാൽ ഓതിയാൽ പല ഉപകാരങ്ങളും ഉണ്ടാകുമെന്ന് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഉദാഹരണമായി നാം പറയുകയാണെങ്കിൽ വാഖിഅ സൂറത്ത് പതിവാക്കുമ്പോൾ എപ്പോഴും സാമ്പത്തികമായ പുരോഗതി അവനിലുണ്ടാകും. ഇതൊക്കെ ഉപകാരങ്ങളാണ്. ഈ ഉപകാരങ്ങളെയൊക്കെ പല കാരണങ്ങൾ നിശ്ചയിച്ച് ആ കാരണങ്ങളിലൂടെ സൃഷ്ടികൾക്ക് ഉപകാരം ചെയ്യുന്നവനാണ് അല്ലാഹു തആല. ഈ നാഫി എന്ന ഇസ്മുമായിട്ട് ബന്ധം പുലർത്തേണ്ടത് മഹത്തുക്കൾ പഠിപ്പിച്ചു. നിന്റെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹുവിനോട് ബന്ധപ്പെടുത്തുക. എന്ത് ഉപകാരങ്ങൾ, അത് ദീനിയായ ഉപകാരങ്ങളാണെങ്കിലും ദുന്യവിയായ ഉപകാരങ്ങളാണെങ്കിലും എല്ലാം റബ്ബിൽ നിന്ന് മാത്രമാണ് നമുക്ക് ലഭിക്കുക എന്ന ആ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തലാണ്. ഈ ഇസ്മ കൊണ്ട് സ്വഭാവം ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ്? മഹത്തുക്കൾ പഠിപ്പിച്ചു. ഉപകാരം ചെയ്യാൻ നമ്മോട് കൽപ്പിക്കപ്പെട്ട പല വസ്തുക്കളും ഉണ്ട്. ആ വസ്തുക്കൾക്കൊക്കെ നമ്മൾ ഉപകാരം ചെയ്യണം. നമുക്ക് അല്ലാഹു തആല നൽകിയ വലിയ ഒരു അനുഗ്രഹമാകുന്ന നമ്മളുടെ ബുദ്ധി, ആ ബുദ്ധിക്ക് ലററുണ്ടാക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങൾ തീർച്ചയായും നമ്മൾ ചെയ്യാൻ പാടില്ല. എത്രയോ ആളുകൾ അവർക്ക് അള്ളാഹു അനുഗ്രഹമായി നൽകിയ ബുദ്ധിയെ നശിപ്പിക്കുന്നവരാണ്, ആ ബുദ്ധിയെ ക്ഷയിപ്പിക്കുന്നവരാണ്. പല ലഹരി വസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ട് ബുദ്ധിയെ ഇല്ലായ്മ ചെയ്യുന്നവരാണ്. ബുദ്ധിയുടെ വകതിരിവും ആ ബുദ്ധിയുടെ ശക്തിയുമൊക്കെ ഇല്ലാതെയാക്കുന്നവരാണ്. ആ രൂപത്തിൽ നമ്മൾ ആകാൻ പാടില്ല. ബുദ്ധിക്ക് ഉപകാരം ചെയ്യാൻ ആണ് നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ബുദ്ധിക്ക് നാം ഉപകാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ബുദ്ധി കൊണ്ട് നമുക്ക് നേട്ടമുണ്ടാകുന്ന കാര്യങ്ങളിൽ ചിന്തിക്കുകയും നേട്ടമുണ്ടാകുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാനുള്ള മാർഗങ്ങൾ ആലോചിക്കുകയും ചെയ്യുക എന്നതിലൂടെയാണ്. അതേപോലെ തന്നെ നമ്മളുടെ റൂഹ്, ആ റൂഹിന് നമ്മൾ ഉപകാരം ചെയ്യണം. റൂഹിന് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങൾ
നമ്മളിൽ ഉണ്ടാകരുത്. മറ്റുള്ള സത്യവിശ്വാസികൾക്ക് നമ്മൾ ഉപകാരം ചെയ്യണം. ഒരു സത്യവിശ്വാസിയും നമ്മളുടെ വാക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പ്രയാസം അനുഭവിക്കുന്നവനാകരുത്. പ്രത്യേകിച്ച് നമ്മളുടെ കുടുംബങ്ങൾക്ക്, നമ്മളുടെ അയൽവാസികൾക്ക്, നമ്മളുടെ സഹജീവികൾക്ക്, നാം നമ്മുടെ വീടുകളിൽ വളർത്തുന്നതും അല്ലാത്തതുമായ മൃഗങ്ങൾ, പക്ഷികൾ, അവകൾക്കൊക്കെ ഉപകാരം ചെയ്യുന്നതായിരിക്കണം. ആ രൂപത്തിൽ നമ്മൾ ആകലാണ് ഈ ഇസ്മ കൊണ്ട് സ്വഭാവം ശ്രദ്ധിക്കുന്നതിൻ്റെ അടയാളം. മുൻകാലത്ത് ജീവിച്ച പല മഹത്തുക്കളും ചെറിയ ചെറിയ നിസ്സാരമായി നമ്മളൊക്കെ കാണുന്ന ജീവികൾക്ക് തന്നെ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത രൂപത്തിലുള്ള ഉപകാരങ്ങൾ ചെയ്തവരായിരുന്നു. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മുൻകാലത്ത് ജീവിച്ച വലിയ സൂക്ഷ്മശാലിയും സൂഫിയുമായ ആരിഫുമായ വലിയ മഹാനവറുകൾ ഒരു നാട്ടിൽ നിന്ന് അല്പം എള്ള് വാങ്ങി എത്രയോ കിലോമീറ്ററുകളോളം നടന്ന് യാത്ര ചെയ്ത് തൻ്റെ നാട്ടിലേക്ക് എത്തി താൻ വാങ്ങിയ എള്ളിൻ്റെ ആ സഞ്ചി തുറന്നു നോക്കുമ്പോൾ അതിൽ 2 ഉറുമ്പുകളെ മഹാനവറുകൾ കണ്ടു. ഉടനെ ആ എള്ളിൻ്റെ സഞ്ചി ആദ്യമുണ്ടായിരുന്ന രൂപത്തിൽ തന്നെ കെട്ടി ബന്ധാവസ്ഥയിലാക്കി തിരിച്ചു നടക്കുകയാണ്, എള്ള് വാങ്ങിയ ആ നാട്ടിലേക്ക് തന്നെ. എന്നിട്ട് താൻ വാങ്ങിയ എള്ളിൻ്റെ സഞ്ചിയിലുള്ള 2 ഉറുമ്പുകളെ അവിടെ ആക്കിയിട്ട് വീണ്ടും തൻ്റെ എള്ളുമായിട്ട് തിരിച്ച് തൻ്റെ നാട്ടിലേക്ക് തന്നെ പോയി എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇതൊരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച ഒരു മഹാന്റെ സംഭവമാണ്. എന്നാൽ ഈ അടുത്ത കാലത്ത് ഇത്തരത്തിൽ ഒക്കെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നോ എന്ന ഒരു സംശയം പലപ്പോഴും നമ്മിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ അടുത്ത കാലത്ത് മലപ്പുറം ജില്ലയിൽ ജീവിച്ച ഒരു മഹാനവറുകളാണ് തേനു മുസ്ലിയാർ എന്നറിയപ്പെടുന്ന മഹാൻ. കോട്ടക്കൽ അങ്ങാടിയിൽ നിന്ന് മത്സ്യം വാങ്ങിയിട്ട് 2 കിലോമീറ്ററോളം നടന്നുപോയി തൻ്റെ വീട്ടിലേക്കെത്തിയപ്പോൾ മത്സ്യത്തിൻ്റെ കവറിൽ 2 ഉറുമ്പുകളെ കണ്ടപ്പോൾ ആ മത്സ്യക്കവറുമായി തിരിച്ച് 2 കിലോമീറ്റർ വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്ന്, നിങ്ങളുടെ കുടുംബങ്ങളൊക്കെ ഇവിടെയല്ലേ, ഞാൻ നിങ്ങളെ പ്രയാസപ്പെടുത്താൻ പറ്റുകയില്ലല്ലോ, ഞാൻ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് നിങ്ങളെ അകറ്റിയവനാവുകയില്ലേ എന്നും പറഞ്ഞ ആ ഉറുമ്പുകളെ കോട്ടക്കൽ അങ്ങാടിയിൽ തന്നെ ആക്കിയിട്ട് തിരിച്ചുപോയ സംഭവം മഹാനവറുകളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാം. ഇതൊക്കെ കാണുമ്പോൾ അവരെക്കുറിച്ച് നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട്, അബ്ലഹുകളാണവർ, വിഡ്ഢികൾ എന്ന്. ബുദ്ധിമാന്മാരാണ് നമ്മൾ എന്ന് സ്വയം ചിന്തിച്ച് നടക്കുന്ന നമ്മൾ പറയും. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള അബ്ലഹുകളാണ്, വിഡ്ഢികളെക്കുറിച്ചാണ് ഹബീബരായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അക്സറു അഹ്ലിൽ ജന്നത്തി അൽ ബുലഹു എന്ന് പറഞ്ഞത്. സ്വർഗത്തിലെ കൂടുതൽ ആളുകളും ബുദ്ധിയില്ലാത്തവരാണ്, വിഡ്ഢികളാണ്. ആ വിഡ്ഢി എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ നമ്മളുടെയൊക്കെ നോട്ടത്തിൽ വിഡ്ഢിത്വം എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെ ചെയ്യുന്നവർ എന്നാണ്. അള്ളാഹു അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മെ നന്നാക്കി തരട്ടെ. നാഫി എന്ന ഇസ്മിൻ്റെ പ്രത്യേകതയായി മഹത്തുക്കൾ പറഞ്ഞു, അതിന് ഒരു ഭർത്താവും ഭാര്യയും തമ്മിൽ ശാരീരികമായ ബന്ധം പുലർത്തുന്ന സമയത്ത് കൽബിൽ ചൊല്ലിയാൽ, നാവ് കൊണ്ട് ആ സമയത്ത് ദിക്റും അസ്മാഉൽ ഹുസ്നയും ഒന്നും ചൊല്ലാൻ പാടില്ല. എന്നാൽ കൽബിൽ യാ നാഫിഉ യാ അല്ലാ, യാ നാഫിഉ യാ അല്ലാ എന്ന ആ ഒരു ദിക്ർ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇണചേരുന്ന സമയത്ത് കൽബുകൊണ്ട് അവനിങ്ങനെ ഓർക്കുകയാണെങ്കിൽ തീർച്ചയായും അവൻ്റെ ഇണക്ക് അവനോട് ഭയങ്കരമായ മഹബത്ത് ഉണ്ടാകുമെന്നാണ്. അതേപോലെ തന്നെ
ഏതൊരു രോഗിക്കും രോഗശമനവും, ഏതൊരു പരീക്ഷണവും പ്രയാസവും എത്തിയവർക്ക് അതിൽ നിന്നുള്ള മോചനവും ഈ ഇസ്മിലൂടെ നേടാൻ കഴിയും. കപ്പലിലൂടെയുള്ള യാത്ര അത് വിജയിക്കാനും, അതുപോലെ തന്നെ കടലിലൂടെ പോയി മത്സ്യം പിടിക്കുന്ന ആളുകൾക്കുമൊക്കെ അവരുടെ ആ ഒരു ജോലിയിൽ വലിയ ബറക്കത്ത് ഉണ്ടാകാൻ ഈ ഇസ്മു സഹായകമാകും എന്നാണ്. മീൻപിടുത്തക്കാരായ ആളുകളൊക്കെ ഈ യാ നാഫിഉ യാ അല്ലാ എന്ന ദിക്ർ ചൊല്ലിയിട്ട് കടലിലേക്ക് പോകുമ്പോൾ അവർക്ക് അവരുടെ ജോലിയിൽ വലിയ ബറക്കത്ത് ലഭിക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ.